നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു വയനാടൻ വിശേഷവുമായിട്ടാണ് ഇന്ന് തുടക്കം. 1980കളിലാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കറണ്ട് കണക്ഷൻ കിട്ടുന്നത്. ഏകദേശം 1981 ജനുവരിയിലാണ് വൈദ്യുതി കണക്ഷൻ കിട്ടുന്നത്. ഈ വൈദ്യുതി കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 1.5 കിലോമീറ്റർ ദൂരെ നിന്ന് വൈദ്യുതി ലൈന് വലിക്കേണ്ടി വന്നു. എളുപ്പമായിരുന്നില്ല അന്നൊരു കണക്ഷൻ കിട്ടാൻ. 1.5 കിലോമീറ്റർ കാരേറ്റപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വൈദ്യുതി വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിൽ നിന്ന് 1.5 കിലോമീറ്ററോളം ലൈന് വലിക്കണം വീട്ടിലേക്ക്. ഞങ്ങളുടെ നാട്ടിലൊന്നും അധികം വീട്ടുകാരില്ല അന്നൊന്നും. ഞങ്ങളൊരു 5 വീട്ടുകാർ ചേർന്നാണ് ഈ ലൈന് വലിക്കുന്നതിനുള്ള ചെലവുകൾ വഹിച്ചത്. അന്ന് വൈദ്യുതി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പം അഗ്രികൾച്ചർ പർപ്പസ് കാണിച്ചാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അഗ്രികൾച്ചർ പർപ്പസിലാണ് 5 വീട്ടുകാർ വൈദ്യുതി എടുക്കുന്നത്. അന്ന് ആ വൈദ്യുതി കണക്ഷൻ കിട്ടാൻ വളരെയേറെ കഷ്ടപ്പെട്ടു. അച്ഛനായിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അന്ന് തിരുവനന്തപുരത്ത് പോവുക എന്നൊക്കെ പറഞ്ഞാൽ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വിഷമം തന്നെയാണ്. ഇന്നും വയനാട്ടുകാർക്ക് തിരുവനന്തപുരത്ത് എത്താൻ വിഷമം തന്നെയാണ്. കാരണം കോഴിക്കോട് വന്നാലേ ഇനി പ്ലെയിനിൽ പോകണമെങ്കിലും ട്രെയിനിൽ പോകണമെങ്കിലും കോഴിക്കോട് വരണം. അല്ലെങ്കിൽ KSRTCയുടെ എക്സ്പ്രസ് ഉണ്ട്, തിരുവനന്തപുരം എക്സ്പ്രസ് ഉണ്ടാവും. അതിനോ ചിലപ്പോൾ സീറ്റ് ഉണ്ടാവില്ല. അന്ന് ബുക്കിംഗ് സമ്പ്രദായങ്ങളൊന്നുമില്ല. അപ്പോൾ കോഴിക്കോട് വന്നിട്ട് മാറിക്കേറിയിട്ട് തന്നെ പോകണം. അന്ന് PR നമ്പ്യാർ എന്ന് പറയുന്ന നേതാവ്, അധ്യാപക നേതാവായിരുന്നു. അമ്മയുടെ ഇളയച്ചനായിരുന്നു അദ്ദേഹം. PR നമ്പ്യാറാണ് അച്ഛന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് തിരുവനന്തപുരത്ത്. അന്നൊരു മന്ത്രിയെ നേരിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഫോണൊന്നുമില്ല. ഫോണ് നമ്പർ അറിയില്ല, വിളിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയാണ്. 1980ലാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പോയാൽ ബാലകൃഷ്ണപിള്ളയാണ് അന്നത്തെ വിദ്യുച്ഛക്തി മന്ത്രി. അങ്ങനെ തിരുവനന്തപുരത്ത് 4 പ്രാവശ്യം അച്ഛൻ പോയി. ബാലകൃഷ്ണപിള്ളയുമായി വളരെ അടുപ്പത്തിലൊക്കെ ആയിരുന്നു. അദ്ദേഹം വേണ്ടത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വേണ്ട സൗകര്യങ്ങളൊക്കെ ഈ PR ഇളയച്ചൻ എന്ന് പറയുന്ന ആളുടെ സഹായത്തോടു കൂടിയാണ് തിരുവനന്തപുരത്തു നിന്ന് ഈ സഹായമൊക്കെ നമുക്ക് ലഭിച്ചത്. അന്ന് വൈദ്യുതി കണക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വപ്നം തന്നെയായിരുന്നു. കാരണം മണ്ണെണ്ണ വിളക്കായിരുന്നു ഞങ്ങളുടെയൊക്കെ ആശ്രയം. റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ പെർമിറ്റിൽ കിട്ടുന്നതിലേക്ക് കൂടുതൽ വാങ്ങി അവരോട് ചോദിച്ച് കുറച്ചൊക്കെ കൂടുതൽ വാങ്ങിക്കും. വലിയ ഡ്രമ്മിലാക്കി മണ്ണെണ്ണ വയ്ക്കും. മണ്ണെണ്ണ ഇല്ലെങ്കിൽ ഇരുട്ടാവൂലേ, രാത്രി വെളിച്ചം ഉണ്ടാവില്ലല്ലോ. ഞങ്ങളെയൊക്കെ ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുന്നതൊക്കെ ഒരു ജോലി എനിക്കായിരുന്നു വീട്ടിൽ. അപ്പോൾ വൈകുന്നേരം സന്ധ്യാസമയത്ത് നിലവിളക്ക് കത്തിച്ച് വയ്ക്കുക. അതോടുകൂടെ റാന്തൽ വിളക്കെടുത്ത് കടലാസിട്ട് ഗ്ലാസ് തുടച്ച് അല്ലെങ്കിൽ തുണി ഉപയോഗിച്ച് ഗ്ലാസ് തുടച്ച് അതിൽ മണ്ണെണ്ണ പാർന്ന് അത് കത്തിക്കണം. പിന്നെ ഒരു മേശവിളക്ക് ഉണ്ടായിരുന്നു, കുറച്ച് വലുപ്പമുള്ള ഒരു മേശവിളക്ക്. അത് അന്നത്തെ 40 രൂപയാണ്. അന്ന് 40 രൂപ എന്ന് പറഞ്ഞാൽ വലിയ വില തന്നെയാണ്. അതിന് കണ്ണിലേക്ക് ഷെയ്ഡ് അടിക്കില്ല. അതിൻ്റെ ഗ്ലാസ് ഒരു പ്രത്യേക രൂപത്തിലായിരുന്നു. അത് അന്നത്തെ ആ വിളക്കൊക്കെ കാണാൻ ആൾക്കാർ വരും. അത്രയും നല്ല വിളക്കായിരുന്നു അത്. അതെടുത്ത് അതിൻ്റെ ഗ്ലാസ് പൊട്ടാതെ തുടച്ച് വൃത്തിയാക്കി എണ്ണമയൊക്കെ പോക്കി ആഴ്ചയിൽ ഒരിക്കൽ സോപ്പിട്ട് കഴുകും, എണ്ണമയൊക്കെ പോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മണ്ണെണ്ണ ഒഴിക്കാൻ പിന്നെ നാളം എന്നാണ് നമ്മൾ പറയുക. ഇവിടെയൊക്കെ ആൾക്കാർ പറയുക കുപ്പിത്തട്ട് എന്നാണ് പറയുക. അത് വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിക്കണം. വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ മണ്ണെണ്ണ പരക്കും. വരാന്തയിലൊക്കെ നമ്മളെവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ മണ്ണെണ്ണ പരക്കും. മേശൻ്റെ മുകളിലാണെങ്കിൽ മേശൻ്റെ മുകളിലൊക്കെ മണ്ണെണ്ണ പരക്കും. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യണം. പക്ഷേ കൈകളിലൊക്കെ മണ്ണെണ്ണ ആവും എന്നുള്ളതൊരു കാര്യമാണ്. തിരിയൊക്കെ കട്ട് ചെയ്ത് കുറച്ച് പണിയുണ്ട് മണ്ണെണ്ണ വിളക്ക് കത്തിക്കണമെങ്കിൽ. പിന്നെയുള്ള വിളക്കുകളെല്ലാം നമ്മൾ തന്നെ വീട്ടിൽ നിർമ്മിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ മഷിക്കുപ്പി. അന്ന് മഷി പേനയാണല്ലോ കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ മഷി തീർന്നു കഴിഞ്ഞാൽ ആ മഷിക്കുപ്പി എടുത്ത് കഴുകിയിട്ട്
ഉണക്കി അതിൻ്റെ മൂടി അടുക്കളയിൽ നിന്ന് അപ്പക്കോലുണ്ട്, പപ്പടക്കോൽ എന്ന് പറയുന്നത്, അതെടുത്ത് തുളയ്ക്കും, അല്ലെങ്കിൽ ഒരു ആണി എടുത്ത് തുളയ്ക്കും. ആ തുളച്ച് കഴിഞ്ഞാൽ ഫാരക്സ് അങ്ങനെയുള്ള ടിൻ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ലെയർ, ചെറിയ സിങ്കിൻ്റെ ഒരു ലെയർ ഉണ്ടാവും. അത് കട്ട് ചെയ്തിട്ട് അത് തിരിച്ച് തിരിയിടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം, അതൊക്കെ എൻ്റെ ജോലിയായിരുന്നു. ഞാനങ്ങനെയാണ് വിളക്കുണ്ടാക്കുക. അങ്ങനെ ഒരു 4 വിളക്ക് അതും കത്തിച്ച്, വലിയ വീടായതുകൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഈ വിളക്ക് കത്തിച്ച് വയ്ക്കും. അപ്പോൾ പഠനത്തിന് മാത്രം വലിയ മേശവിളക്കെടുക്കാനുള്ള ഒരു സമ്മതം അച്ഛൻ തന്നിരിക്കുന്നു. അപ്പോൾ മേശവിളക്ക് അവിടെ കൊണ്ടുപോകും. ഇനി എന്തെങ്കിലും അത്യാവശ്യമാണ്, വീട്ടിൽ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ പഠനം നിർത്തി ഈ മേശവിളക്ക് അവിടെ കൊണ്ടുവെക്കണം. അപ്പോൾ പഠിക്കണ്ട, അതൊരു സന്തോഷമായിരുന്നു. അപ്പോഴും പറയും നീ വേറെ ഏതെങ്കിലും വിളക്കെടുത്തോ എന്ന്. അപ്പോഴും നമ്മൾ വിരുന്നുകാർ വരിക എന്ന് പറഞ്ഞാൽ അന്നൊക്കെ വലിയൊരു സന്തോഷം തന്നെയാണ് വീട്ടിലെന്ന് പറയുന്നത്. അന്ന് ടി വി കാര്യങ്ങളൊന്നുമില്ലല്ലോ, എൻ്റർടൈൻമെൻറ്റിന് അതൊന്നുമില്ല. പക്ഷെ റേഡിയോ ഉണ്ടായിരുന്നു വീട്ടിൽ. പക്ഷേ അച്ഛൻ ന്യൂസ് കേൾക്കാൻ മാത്രമാണ് കാര്യമായിട്ടും റേഡിയോ തുറക്കുന്നത്. വല്ലപ്പോഴും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കും. പക്ഷേ ശനി ഞായർ രാവിലെ ബാലലോകം കേൾക്കാനുള്ള സമയം എനിക്ക് അനുവദിച്ച് തന്നിരുന്നു. അതിനുവേണ്ടി ശനിയാഴ്ചയും ഞായറാഴ്ചയും കാത്തിരിക്കും റേഡിയോയിലെ ബാലലോകം പരിപാടികൾ കേൾക്കാൻ. അതുപോലെ വൈകുന്നേരം സ്ഥിരമായിട്ട് വയലും വീടും പരിപാടികളുണ്ടായിരുന്നു. വയലും വീടും കൃഷിയെ സംബന്ധിച്ച കാര്യങ്ങളായതുകൊണ്ട് അച്ഛനതിൽ താല്പര്യമുള്ളതുകൊണ്ടും എനിക്കും അതിൽ താല്പര്യമുള്ളതുകൊണ്ടും ചെവി കൂർപ്പിച്ചിരിക്കും. അങ്ങനെ ന്യൂസ് കേൾക്കും. പിന്നെ അന്നൊക്കെ റേഡിയോയിൽ കൂടുതൽ സമയം ശാസ്ത്രീയ സംഗീതമാണ് കേൾക്കുക. ശാസ്ത്രീയ സംഗീതം നമുക്കത്ര പഥ്യമല്ലാത്തത് കൊണ്ട് നമ്മളാരും അത് കേൾക്കാറില്ല. അച്ഛനൊട്ട് അതിന് സമയവുമില്ല. പൂർണ്ണ കർഷകനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അച്ഛൻ വളർന്നു വന്ന ലോകമൊക്കെ ഒരു വേറിട്ടൊരു ലോകമാണ്. കൃഷിയായിരുന്നു അച്ഛൻ്റെ മുഖ്യ തൊഴിൽ. കൃഷിക്കാരും തൊഴിലാളികളും കന്നുകാലികളൊക്കെയാണ് അച്ഛൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ. കാരണം കന്നുകാലികൾ ഫ്രണ്ട്സാണോ എന്ന് ചോദിച്ചാൽ കന്നുകാലികളെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. ഒരു പശുവും 2 പോത്തും, അത് ഇടക്കാലത്ത് 4 പോത്തായിരുന്നു. അതേ സമയത്ത് തന്നെ ആടുകളെയും വളർത്തിയിരുന്നു. അമ്മ അടുക്കളത്തോട്ടത്തിൽ കോഴികളെ ധാരാളം വളർത്തിയിരുന്നു. കോഴിമുട്ടയ്ക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നാടൻ കോഴിമുട്ടയും കോഴിയും ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള ഒരു പൂവൻ കോഴിയെ അങ്ങൊന്ന് പിടിക്കും. വിരുന്നുകാരൊക്കെ വന്നാൽ നമുക്കൊരു ഇറച്ചി കിട്ടുക. അല്ലെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കലൊക്കെയാണ് വീട്ടിൽ ഇറച്ചി വയ്ക്കുക. അല്ലെങ്കിൽ അച്ഛനൊരു നല്ല മനസ്സ് തോന്നിയാൽ ഞായറാഴ്ച പോയിട്ട് പിണങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല ആട്ടിറച്ചി കിട്ടും. അപ്പോൾ മട്ടനിറച്ചി കൊണ്ടുവരും. അതല്ലാതെ വേറെ ഒരു കോയ ഉണ്ടായിരുന്നു. അദ്ദേഹം കോട്ടത്തറയിലായിരുന്നു. അദ്ദേഹം ആടിനെ കിട്ടി, നല്ല ആടിനെ കൊന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും 1 കിലോ 2 കിലോ ആയിട്ട് സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് കൊടുക്കും. അയാളെ മടക്കി വിടാറില്ല. ആ ഇറച്ചി വാങ്ങിക്കാറാണ് പതിവ്. ഞങ്ങൾക്കൊക്കെ മത്സ്യം കിട്ടുന്നത് അന്ന് രാവിലെ 9:30 മുതൽ 11 മണി വരെൻ്റെ ഇടയിൽ എന്തായാലും മത്സ്യക്കാരൻ വന്നിരിക്കും. ഈ മത്സ്യക്കാരൻ വരുന്നത് സൈക്കിളിലായിരുന്നില്ല. സൈക്കിളില്ല അന്ന്. ഞങ്ങളുടെ അവിടെയൊന്നും സൈക്കിൾ, റോഡില്ലല്ലോ, പിന്നെ എന്ത് സൈക്കിളാണ്. വയലിൽ കൂടിയൊക്കെ നടന്ന്, ചളിയിൽ കൂടിയൊക്കെ നടന്നിട്ട് വേണം വീട്ടിലെത്താൻ. സത്യത്തിൽ അന്നൊക്കെ വളരെയേറെ വിഷമം പിടിച്ചൊരു കാലഘട്ടം തന്നെയായിരുന്നു. പഴയ കാലം നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അനുഭവിച്ച വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നോക്കുമ്പോൾ ആ കാലഘട്ടം മോശ കാലഘട്ടം തന്നെയാണ്. കാരണം വീട്ടിലേക്ക് കിണർ താഴെയാണ്. ഈ കിണറിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് മുകളിലേക്ക് നടന്നു കൊണ്ടുവരണം. അപ്പം ജോലിക്കാരുണ്ടെങ്കിൽ കൂടെ എല്ലാം വിഷമം തന്നെ. വെള്ളം ഉപയോഗിക്കുമ്പോൾ ഒരു മിതത്വം അവിടെ പാലിക്കാൻ അച്ഛൻ വളരെ കർക്കശ നിയന്ത്രണം തന്നെ ഉണ്ടായിരുന്നു. അമ്മയും അങ്ങനെ തന്നെയായിരുന്നു വളർത്തിയിരുന്നത്. വെള്ളം അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം താഴയിൽ നിന്ന് മുക്കിക്കൊണ്ടുവരണം. വയനാട്ടിലാണ് ഇത്, ഓർക്കണം. വെള്ളത്തിന് ഇത്രയും വിഷമം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെല്ലാം പരിഹാരം ഞങ്ങൾക്ക് കിട്ടിയത് പിന്നീട് കറണ്ട് വന്നതിന് ശേഷം. അപ്പോൾ മത്സ്യക്കാരൻ്റെ കഥ പറയാം. മത്സ്യക്കാരൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരാൾ ഉണ്ടാവും സ്ഥിരമായി മത്സ്യവും കൊണ്ടുവരാൻ. അവർ താഴെ വയലിൽ നിന്നേ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാം. പച്ചേ പച്ച, പച്ചേ പച്ച
എന്നാണ് അദ്ദേഹം വിളിച്ച് പറയുക. പച്ചയേ പച്ച എന്ന് പറയുമ്പോൾ മത്സ്യക്കാരൻ വരുന്നുണ്ട് എന്നുള്ള സിഗ്നൽ കിട്ടും. നായിനെ അഴിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം കൂട്ടിലേക്ക് കയറിക്കൊള്ളാൻ പറയും, കൂട്ട് അടച്ചിടും. പിന്നെ മാത്രമല്ല, മത്സ്യക്കാരനെയൊക്കെ നായിക്ക് പരിചയവുമാണ്. അതും എന്നാലും അദ്ദേഹത്തിനൊരു വിഷമം വേണ്ട എന്നുള്ള നിലയ്ക്ക് നായിനെ കൂട്ടിലാക്കുകയൊക്കെ ചെയ്യും. മത്സ്യക്കാരൻ വന്ന നായ്ക്കളൊക്കെ അവരടുത്ത് വരികയും ചെയ്യും കേട്ടോ. പൂച്ച എന്തായാലും ആ സമയത്ത് അവിടെ ഇങ്ങനെ കാത്തിരിക്കും ഈ മത്സ്യക്കാരൻ്റെ വരവിന്. അദ്ദേഹം തലയിലേറ്റി വരികയാണെങ്കിൽ പോലും ഒരു മത്സ്യം ആ പൂച്ചയ്ക്ക്, ചെറിയ ചെറിയ മത്സ്യങ്ങളാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഒരു മത്സ്യം അദ്ദേഹം കൊടുത്തിരിക്കും. അത് ഞാനൊക്കെ കാത്തിരുന്നത് ഒരു ഐസ് കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അന്നൊക്കെ ഐസ് കഷ്ണം എന്ന് പറയുന്നത് പ്രകൃതി അണിഞ്ഞാൽ ഒരു ഐസ് കഷ്ണം കിട്ടുക. എന്താണ്? പിന്നെ ആലിപ്പഴം. അതും ഏപ്രിൽ മാസത്തെ പുതുമഴയ്ക്കാണ് ആലിപ്പഴം കിട്ടുക. അതെല്ലാ വർഷവും ഉണ്ടാവും. പുതുമഴ പെയ്യുമ്പോൾ ആലിപ്പഴ വർഷമാണ് ഉണ്ടാവുക. കടപടോ എന്നുള്ള ശബ്ദമായിരിക്കും ഓടിൻ്റെ മുകളിൽ ഇത് വന്ന് വീഴുമ്പോൾ. ഇടയ്ക്ക് വരാന്തയിൽ വീണ്, ചേതിയിൽ വീണ് വരാന്തയിലേക്ക് തെറിച്ച് വീഴും, കൊലായിലെത്തും കല്ലുകൾ. അതെടുത്ത് നമ്മളൊന്ന് എടുത്ത് വായിലിടും. മുറ്റത്തുനിന്ന് പെറുക്കി വായിലിടും. ചീത്ത കേൾക്കും, മുറ്റത്തുനിന്ന് പെറുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. മുറ്റമൊക്കെ വൃത്തിയാണ്, തുപ്പ് ഒന്നും ചെയ്യില്ല. ഞങ്ങളൊന്നും മുറ്റത്തൊന്നും തുപ്പ് ഒന്നും ചെയ്യില്ല. അങ്ങനെ വൃത്തിയായിട്ടാണ് മുറ്റമൊക്കെ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നമുക്ക് അത്രമാത്രം ഹൈജീനിക്കായിട്ടൊന്നല്ലല്ലോ നമ്മൾ വളരുന്നത്. ഞാനെന്നല്ല, ഞങ്ങളെ വയനാട്ടുകാരെല്ലാവരും ഇതുപോലെ ആലിപ്പഴം കിട്ടിയാൽ കയ്യിലെടുക്കാത്തവരാരും ഉണ്ടാവില്ല. ഈ ആലിപ്പഴം വീഴുമ്പോൾ വേറെ ഒരു കാര്യമുണ്ട്. ആലിപ്പഴം വീഴുമെന്ന് ഞങ്ങൾക്ക് പുതുമഴയിൽ എന്തായാലും ഏപ്രിൽ മെയ് മാസത്ത് പുതുമഴ പെയ്യുമ്പോൾ ആലിപ്പഴം വീഴുമെന്നറിയാം. മഴക്കാറ് കണ്ടാൽ വയലിലേക്ക് ഓടിച്ചെല്ലും. കാരണം വയലിൽ ഒരു കണ്ടം ഞങ്ങൾ വേലി കെട്ടിത്തിരിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടാവും. അവിടെ വെള്ളരി വിളഞ്ഞു കിടക്കുന്നുണ്ടാവാം. ആ വെള്ളരീൻ്റെ മുകളിൽ ആലിപ്പഴം വീണാൽ വെള്ളരി കേടുവരും. അപ്പോൾ പാള മുറിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പാള, കവുങ്ങിൻ്റെ പാള, ആ പാളയെടുത്ത് പൊത്തി വയ്ക്കും. അപ്പോൾ ആലിപ്പഴം ആ പാളേൻ്റെ മുകളിൽ വീണ് തെറിച്ചു പോകും. വെള്ളരിക്കൊന്നും ഒരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. വിഷു ആകുമ്പോഴത്തേക്ക് കണിവെള്ളരി ഇന്ന് കാണുന്ന വെള്ളരിയൊന്നും ഞങ്ങൾ വാങ്ങിക്കില്ല. വീട്ടിലുണ്ടാക്കിയ സാധാരണ വെള്ളരി തന്നെയാണ് കണിവെള്ളരിയായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ വിളവെടുക്കുക. ഒരു വെള്ളരിയൊക്കെ ഒരുമിച്ച് വിളവെടുക്കുമ്പോൾ 10-100ഓളം വെള്ളരി ഉണ്ടാവും. ഈ വെള്ളരിയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൽ ഒക്കെ മൂപ്പെത്തിയിട്ടേ പറിക്കുള്ളൂ, പഴുത്തിട്ട്. അങ്ങനെ മൂപ്പെത്തിയ വെള്ളരി ഓല കീറിയിട്ട് വീട്ടിലെ പാക്കിൻ്റെ വളയിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടും. ഒരു വർഷത്തോളം ആ വെള്ളരി കേടുവരാതെ നിൽക്കും. അതിൽ അടുത്ത വർഷത്തേക്കുള്ള വിത്ത് വെള്ളരി, അടുത്ത വർഷം വെള്ളരി കൃഷി ചെയ്യേണ്ട 2 ആഴ്ച മുമ്പ് മാത്രമേ അത് കീറിയെടുത്ത് അതിൽ നിന്ന് വിത്തെടുക്കുകയുള്ളൂ. അത്ഭുതം തന്നെയായിരുന്നു ഈ കാലഘട്ടത്തിൽ അത് ആലോചിക്കുമ്പോൾ. കാരണം ഒരു വർഷക്കാലം വെള്ളരി നിൽക്കുന്നു പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ 4 ദിവസം കൊണ്ട് വെള്ളരി കേടുവരും നമ്മുടെ വീട്ടിൽ. അങ്ങനെ അന്നത്തെ വെള്ളരി, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളരി ഒരു വർഷക്കാലം, നീണ്ട 12 മാസക്കാലം വീട്ടിലെ മച്ചിൽ തൂങ്ങിക്കിടന്നാലും കേടുവരില്ലായിരുന്നു. അത് ഇന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു വെള്ളരിയും പയറും. വീടിൻ്റെ വടക്ക് വശത്തെ മുറ്റത്ത് ഒരു പന്തൽ തന്നെ ഉണ്ടാവും. അമരപ്പന്തൽ എന്നാണ് പറയുക. അമരപ്പന്തലിന് അമരപ്പന്തലിൽ തവള കരയണമെന്നാണ് പറയുക. അമരപ്പന്തലിൽ എപ്പോഴും വെള്ളവും ഒഴിക്കും. അത്രയും തണുപ്പ് അമരപ്പന്തലിൽ വേണം. അമരപ്പന്തലിൽ തവള കരയണമെന്ന് പറഞ്ഞാൽ തവള തണുപ്പുള്ള സ്ഥലത്തല്ലേ ഉണ്ടാവുക. അപ്പോൾ തവള അവിടെ ഉണ്ടാവും, അമരപ്പന്തലിൽ ഉണ്ടാവും. അത്രയും തണുപ്പ് കിട്ടുന്നതുകൊണ്ട് ഈ വേനൽക്കാലത്തൊക്കെ അവിടെ വന്ന് സ്ഥിരമായിട്ട് അവിടെ കഴിയും. ഏതെങ്കിലും അതിൻ്റെ അടിയിൽ അവിടെ ഇങ്ങനെ എപ്പോഴും കാണാറുണ്ട് തവളയെ. അപ്പോൾ അമര പറിക്കും. തൊട്ടടുത്ത് കർമൂസ മരം ഉണ്ടാവും. നമ്മളെ ഇവിടെ സാധാരണ കാണുന്ന കർമൂസ മരമല്ല, വലിയ പ്ലാവിൻ്റെ വണ്ണമുള്ള കർമൂസ. ഒരു 5-8 വർഷം പ്രായമുള്ള വലിയ കർമൂസ മരമാണ് ഉണ്ടായിരുന്നത്. അതിൽ ചക പൊട്ടിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും ആവശ്യത്തിൽ കവിഞ്ഞ് ആർക്കും വേണ്ട. അതൊന്നും കർമൂസയൊന്നും ആർക്കും വേണ്ട. പപ്പായക്കറിയാണെങ്കിൽ ചോറ് വേണ്ട എന്ന് പറയും തൊഴിലാളികളൊക്കെ. അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു. എന്നാലും വീട്ടിലൊക്കെ ഉപ്പേരിയും കറിയൊക്കെ, കർമൂസയുടെ കറിയൊക്കെ ഉണ്ടാക്കും. പിന്നെ വീടിൻ്റെ അടുക്കള വശത്ത് പോയി കഴിഞ്ഞാൽ ഇഞ്ചി ആണെങ്കിൽ ഇഞ്ചി കിട്ടും, മഞ്ഞൾ വേണമെങ്കിൽ മഞ്ഞൾ കുത്തിയെടുക്കാം, പച്ചമഞ്ഞൾ വേണമെങ്കിൽ. അത് കഴിഞ്ഞാൽ മാങ്ങ ഇഞ്ചി ഉണ്ടാവാം. അത് കഴിഞ്ഞാൽ മുളകുകൾ, പലതരത്തിലുള്ള മുളക് അമ്മ കൃഷി ചെയ്തിരുന്നു.
അതുപോലെ വീട്ടാവശ്യങ്ങൾക്കുള്ള എല്ലാ വസ്തുക്കളും, അന്ന് തക്കാളിയൊക്കെ കൃഷി ചെയ്തിരുന്നു വീട്ടിൽ ഇഷ്ടം പോലെ. പിന്നെ വാഴക്കൊല ഉണ്ടാവും. അപ്പോൾ വാഴക്കൊലയിൽ നിന്ന് കൊല വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പേരി വയ്ക്കാം, വേണമെങ്കിൽ പഴുപ്പിക്കാം, ഇങ്ങനെയുള്ള അതുമാത്രമല്ല ചേമ്പ്, ചേന, എല്ലാ സാധനങ്ങളും വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടാവും. ഒരു പച്ചക്കറിയും ഞങ്ങൾക്കൊന്നും വിലയ്ക്ക് കൊടുത്ത് വാങ്ങിക്കേണ്ട വന്നിട്ടില്ല. അതിനൊക്കെ ഈ കാലത്തിനൊക്കെ ശേഷമാണ് പച്ചക്കറി കടകൾ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത ടൗണിലൊക്കെ പച്ചക്കറി കടകൾ വന്നത്. അതുവരെ പച്ചക്കറിയൊന്നും കടകളിലൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇല്ലാത്തവർക്കത് വാങ്ങിക്കാനും പറ്റില്ല. അതാണ് സത്യത്തിൽ അത് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. നട്ടുണ്ടാക്കിയാൽ തന്നെ കിട്ടുള്ളൂ, അല്ലാത്തവർക്ക്, നട്ടുണ്ടാക്കാത്തവർക്ക് ഭക്ഷിക്കാനുണ്ടാവില്ല. അവിടെ ഉരുളക്കിഴങ്ങും ഉള്ളിയും അല്ലെങ്കിൽ കൽപ്പറ്റ വരെ പോയിട്ട് അവിടുന്ന് പച്ചക്കറി വാങ്ങേണ്ട ഒരവസ്ഥയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അന്നൊക്കെ ബസ്സൊക്കെ വല്ലപ്പോഴും മാത്രമേ ബസ് ഉണ്ടായിരുന്നുള്ളൂ. ബസ് കയറാൻ തന്നെ 1.5 കിലോമീറ്ററോളം നടന്നിട്ട് വേണം ബസ് കയറാൻ. ബസ്സിൻ്റെ സമയത്തിനനുസരിച്ചായിരുന്നു നമ്മളുടെ ജീവിതവും. ബസ്സിൻ്റെ സമയം നോക്കിയിട്ടല്ലേ നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ആ ബസ് അന്ന് ബ്രേക്ക് ഡൗൺ ആയാൽ പിന്നെ ബസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇന്നത്തെ പോലെ ബസ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ ടാക്സി സൗകര്യങ്ങളോ ഒക്കെ വളരെ കുറവായിരുന്നു. എല്ലാവർക്കും ടാക്സി വിളിച്ചപ്പോഴും പോകാനും പറ്റില്ലല്ലോ. സ്വന്തമായിട്ട് വാഹനങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കൊക്കെ റോഡ് വരുന്നത്. അപ്പോൾ വൈദ്യുതി കണക്ഷൻ്റെ ഒരു കാര്യവും കൂടി പറയട്ടെ. വൈദ്യുതി 1980-81 ഞങ്ങൾക്ക് വൈദ്യുതി ലഭിക്കുന്നത്. വൈദ്യുതി ലഭിക്കുന്നത് സമയത്തൊക്കെ വൈദ്യുതി ഒരു അത്ഭുതമായിരുന്നു. അന്നത്തെ ലൈൻമാൻ, ഓവർസിയർ എന്നൊക്കെ പറയുന്നവരെ നമ്മൾ വളരെയേറെ ബഹുമാനത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. അതേപോലെ തന്നെ കൈക്കൂലി, ഇലക്ട്രിസിറ്റിയിൽ കൈക്കൂലി നിന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. നമ്മളോടൊക്കെ വളരെയേറെ പൈസ വാങ്ങിച്ച ഒരു കാലഘട്ടം തന്നെയായിരുന്നു. എങ്ങനെയെങ്കിലും വൈദ്യുതി കിട്ടട്ടെ എന്ന് വിചാരിച്ച് അവർ പറയുന്ന പൈസ അവർക്ക് കൊടുത്ത് സന്തോഷിപ്പിക്കുക എന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെയൊക്കെ. ഞങ്ങൾക്ക് അതേ കഴിയുണ്ടായിരുന്നുള്ളൂ. അവർ നമ്മളോട് അത് വാങ്ങിക്കുകയും ചെയ്യും. വാങ്ങാതിരിക്കാൻ പറ്റില്ല, കൊടുക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്തൊക്കെ ആയാലും അത് കൊടുത്തേ പറ്റൂ. കൊടുത്തിട്ടുണ്ട്, ഞങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സത്യമായ ഒരു കഥയാണ്. അതിലൊന്നും ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല. അന്ന് എങ്ങനെയെങ്കിലും വൈദ്യുതി കണക്ഷൻ ലഭിക്കട്ടെ എന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ വൈദ്യുതി കിട്ടി. വൈദ്യുതി കിട്ടിയപ്പോൾ പിന്നെ മണ്ണെണ്ണകളൊക്കെ എന്തായാലും കരുതി വെക്കണം. വൈദ്യുതി പലപ്പോഴും പോകും, എപ്പോഴെങ്കിലൊക്കെ പോകും. പിന്നെ 1-2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വൈദ്യുതി ലഭിക്കുകയൊക്കെ ചെയ്യുക. ഇപ്പോഴൊക്കെയാണ് തുടർച്ചയായിട്ട് വൈദ്യുതി ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിയത്. ഞങ്ങൾക്ക് റോഡ് വന്ന കഥയൊക്കെ പറയുകയാണെങ്കിൽ ഒരു നീണ്ട കഥകൾ അതിന് പറയാനുണ്ട്. അന്ന് വരെ ഞങ്ങൾക്കൊക്കെ വീട്ടിലേക്കൊരു വാഹനം വരില്ല, ഒരു സൈക്കിൾ വരെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ വേനൽക്കാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ കാപ്പിത്തോട്ടങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ കാപ്പിത്തോട്ടങ്ങളിൽ നിന്നൊക്കെ മരങ്ങൾ വിൽക്കും. ഈ മരങ്ങൾ കൊണ്ടുപോകാൻ ലോറി വരും. അത് വയലുകളിൽ കൂടിയാണ് വരിക. വയലുകളിലെ വരമ്പ് തട്ടിക്കൊടുത്ത് വേനൽക്കാലത്ത് അങ്ങനെ വരും മരങ്ങൾ കയറ്റാൻ. അപ്പോഴൊക്കെ ലോറി കാണാനൊക്കെ അത്ഭുതത്തോടു കൂടി തന്നെ പോയി നിൽക്കും. ലോറിയിൽ മരം കയറ്റുന്നതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി, അല്ലെങ്കിൽ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അത്. ഏകദേശം ഒരു 5 പേരുണ്ടാവും മരം കയറ്റാൻ വരാൻ. കാലാങ്കി എന്ന് പറയുന്ന 2 കാല ലോറിയിലുണ്ടാവും. അത് രണ്ടും നീട്ടി അങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മരം, വലിയ ഇരുമ്പിൻ്റെ പാരയുണ്ട്, ഒരു 10-12 കിലോ ഉണ്ടാവും ഒരു പാര. അങ്ങനത്തെ പാര വെച്ചിട്ടാണ് അവർ മരം കയറ്റുക ലോറിയിലേക്ക്. അത് ഏലയിലുള്ള ഏലൈസ, തള്ളിവിടയ്യ ഏലൈസ, അങ്ങനെ അവർക്ക് ഒരു വലിയ ഒരു പാട്ട് തന്നെയുണ്ട്. ആ പാട്ടിൽ ലയിച്ചുകൊണ്ടാണ് അവർ മരങ്ങൾ കയറ്റിയിരുന്നത്. നമ്മൾ അത് കാണാൻ പോകുമ്പോൾ കൈകെട്ടി നിൽക്കാൻ പാടില്ല. അത് അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. കൈകെട്ടി നമ്മൾ നിൽക്കാൻ പാടില്ല. അപ്പോൾ നമ്മളങ്ങനെ കൈകെട്ടി നിന്ന് കഴിഞ്ഞാൽ, കൈകെട്ടി നിൽക്കരുത്, അള്ളാഹോ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ കയ്യെ താഴോട്ട് ഇടും. അപ്പോൾ അവർക്ക് സന്തോഷമാവും. അപ്പോൾ പിന്നെ അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ മരം കയറ്റും. മാത്രമല്ല, ഈ ലോറികൾ ചിലപ്പോഴൊക്കെ താണു പോകാറുണ്ട് ചതുപ്പിൽ. അപ്പോഴൊക്കെ ചിലപ്പോഴും ആനകളായിരുന്നു സഹായം. ആനകളും വരും മരം തോട്ടത്തിൽ നിന്ന് വലിക്കാൻ. അങ്ങനെ ആനകൾ തള്ളിക്കൊടുക്കും ലോറിയെ. മരം കയറ്റാനും സഹായിക്കാറുണ്ടായിരുന്നു ആനകൾ. അങ്ങനെ ആനകളെ നേരിട്ട് കാണാൻ, അടുത്ത് കാണാൻ, അന്ന് ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെ ഉത്സവങ്ങളൊന്നുമില്ല. ഉത്സവങ്ങളുള്ള സ്ഥലത്ത് തന്നെ ആനയൊന്നുമില്ല, ആനകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണല്ലോ നമ്മുടെ ചെറുക്ഷേത്രങ്ങളിൽ വരെ ആനയെ കൊണ്ടുവരുന്ന സമ്പ്രദായമൊക്കെ വന്നത്.
അപ്പോൾ വൈദ്യുതി വരുന്നതിന് മുമ്പ് ഞാനൊക്കെ ബാറ്ററിയിൽ ഒരു വയറ് വെച്ച് ഒരു ബൾബും ഹോൾഡറും, അന്നൊക്കെ കടകളിൽ ചെറിയ ഹോൾഡറും ബൾബും കിട്ടും, ആ ചെറിയ ഹോൾഡറും ബൾബും വെച്ച് സ്വിച്ച് വെച്ച് ഞാൻ വീട്ടിൽ ലൈറ്റൊക്കെ കത്തിക്കുകയായിരുന്നു. അന്നും വളരെ താല്പര്യമുള്ളൊരു സംഗതിയായിരുന്നു അതെല്ലാം. കറണ്ട് വന്ന് കറണ്ടിൽ കളിക്കുകയായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ എനിക്കൊരു ചെറിയ ഷോക്ക് കിട്ടി. അത് കറണ്ടിനോടുള്ള താല്പര്യവും കൊണ്ടും ഇതിന് മെക്കാനിസം അറിയുമെന്നുള്ള ഒരു വെപ്പുമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു പണി കിട്ടി. പിന്നെ ഞാനങ്ങനെ ശ്രദ്ധിച്ചു. അന്നൊന്നും ടെസ്റ്ററൊന്നും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ. പിന്നീടാണ് ടെസ്റ്ററൊക്കെ വീട്ടിൽ വാങ്ങി വെക്കുകയൊക്കെ ഉണ്ടായി. ടെസ്റ്ററൊന്നും അറിയില്ലായിരുന്നു, അന്ന് വാങ്ങാൻ കിട്ടുമെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ടെസ്റ്റർ വാങ്ങി നമ്മുടെ പാഠ്യപദ്ധതിയിലൊന്നും ഇതൊന്നും ഉൾപ്പെടുത്താത്തത് കൊണ്ട് അന്ന് ഇതൊക്കെ നമ്മൾ സ്വായത്തമാക്കുക, അല്ലാതെ സ്വായത്തമാക്കേണ്ട അറിവുകളായിരുന്നു. അങ്ങനെയാണ് വൈദ്യുതി, പിന്നെ ബാറ്ററിയിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മൾ സ്വയം ചെയ്ത് പഠിച്ച് നമ്മൾ വീട്ടിൽ ബൾബ് കത്തിക്കുകയായിരുന്നു. അന്ന് ചിലർക്കൊക്കെ ഒരു അത്ഭുതമായിരുന്നു, ഇങ്ങനെ വൈദ്യുതി വീട്ടിൽ കറണ്ടില്ല, ബാറ്ററിയിലൊക്കെ ഇങ്ങനെ കറണ്ട് കത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ. ടോർച്ചിലെല്ലാവരും ടോർച്ച് ഉപയോഗിക്കുക, എല്ലാ വീട്ടിലും ടോർച്ച് ഉണ്ടാവും. രാത്രിയിൽ ഇറങ്ങുമ്പോൾ ടോർച്ചാണ് അധികം ഉപയോഗിക്കുക. പിന്നെ നമ്മളൊക്കെ വീട്ടിൽ ഓല മടൽ കെട്ടി വെക്കും ചൂട്ടാക്കിയിട്ട്, രാത്രിയിൽ കത്തിച്ച് പോകാൻ. വീട്ടിൽ ആരെങ്കിലും കുടുംബക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ അവർക്ക് പോകണമെങ്കിൽ ടോർച്ച് ഉണ്ടാവില്ല, അപ്പോൾ ഇതുപോലത്തെ ഒരു ചൂട്ട് കൊടുക്കും. അല്ലെങ്കിൽ ചെറിയ ബോട്ടിലെടുത്ത് ആ ബോട്ടിൽ തുണി തിരികിയിട്ട് കുറച്ച് മണ്ണെണ്ണയും പറന്നു കൊടുക്കും, പന്തമാക്കിയിട്ട് അങ്ങനെ പോകും. മഴയുണ്ടാവും. മഴക്കാലത്തൊക്കെ വയലിൽ കൂടിയുള്ള യാത്ര എന്നൊക്കെ പറയുന്നത് അന്നൊന്നും ഒരു വിഷമം ഉണ്ടായിരുന്നില്ല ആർക്കും. ഇന്നാണെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. റോഡിൽ കൂടിയേ നടക്കുള്ളൂ, വയലിലിറങ്ങി നടക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. റോഡ് വന്ന കഥയൊക്കെ നമുക്ക് പിന്നീട് പറയാം. നന്ദി, നമസ്കാരം.